ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തെ കുറിച്ച് ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഈ യാത്ര ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം നയിക്കുന്ന ഈ വിജയയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ഒന്നിച്ചൊന്നായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ വിജയയാത്ര കി, ബോലോ കെ സുരേന്ദ്രൻ ജി കി, ബോലോ ഭാരത് മാതാ കി, ബോലോ വിജയയാത്ര കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സമാരാധ്യനായ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇതാ കിഴക്കിന്റെ കവാടമായ പൊൻകുന്നത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ജനകീയ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ സമരനായകൻ, വിശ്വാസ സംരക്ഷകൻ, അയ്യന്റെ പോരാളി, കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാട്ടിൽ നിന്നും യുപിയുടെ ആരാധ്യനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്ത ജനലക്ഷങ്ങളുടെ ആവേശം ഏറ്റുവാങ്ങിയ പൊൻകുന്നത്തിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം. ധീര ധീര നേതാവേ, ധീര ധീര നേതാവേ, ധീര ധീര നേതാവേ, ജനലക്ഷങ്ങൾ പിന്നാലെ. സ്വാഗതം, സുസ്വാഗതം, കെ എസിന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരതീയ ജനതാ പാർട്ടി കി. ജയ് ബോലോ, ജയ് ബോലോ, ജയ് ബോലോ, ജയ് ബോലോ, ജയ് ബോലോ, ജയ് ബിജെപി, ജയ് ബോലോ, ജയ് ബിജെപി, ജയ് ബോലോ, ജയ് ഭാരത് മാതാ. കെ സുരേന്ദ്രൻ സിന്ദാബാദ്, കെ സുരേന്ദ്രൻ സിന്ദാബാദ്, കെ സുരേന്ദ്രൻ സിന്ദാബാദ്, 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 കെ സുരേന്ദ്രൻ സിന്ദാബാദ്. ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, കെ സുരേന്ദ്രൻ സിന്ദാബാദ്. നമ്മുടെ സമ്മേളന പരിപാടി ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ബിജെപിയുടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ടി ബി ബിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ബിജെപിയുടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ടി ബി ബിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമുഖ പ്രഭാഷണത്തിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാധ്യനായ ശ്രീ എം ഡി രമേശനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ അധ്യക്ഷൻ, പാർട്ടിയുടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിനു, ഈ വിജയയാത്രക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ പൊൻകുന്നത്തെത്തിയിട്ടുള്ള
പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ഈ വേദിയിലുള്ള ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, പാർട്ടിയുടെ ബഹുമാനരായ മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? ഹലോ 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 21-ാം തീയതി കാസർഗോഡ് നിന്നുമാണ് ഈ വിജയയാത്ര ആരംഭിച്ചത്. നമ്മുടെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എവിടെയുണ്ട്? 21-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ യാത്ര ഇന്ന് രാവിലെയാണ് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. ഈ ജില്ലയിലെ പര്യടന പരിപാടികൾ ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിൽ കോട്ടയത്ത് നിന്ന് കിടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ മാസം 7-ാം തീയതി ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ ജാഥയിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ നേതാക്കന്മാരെല്ലാവരും വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഇനി സംസാരിക്കാനിരിക്കുന്നു. അതുകൊണ്ട് സുദീർഘമായി എന്തെങ്കിലും ഈ സന്ദർഭത്തിൽ പറയണം എന്നാഗ്രഹിക്കുന്നില്ല. വിജയയാത്ര കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഭാവാത്മകമായ ഒരാശയം സമർപ്പിച്ചുകൊണ്ടാണ്, അവതരിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇതൊരു നിഷേധാത്മകമായിട്ടുള്ള യാത്രയല്ല. എന്തിനെയെങ്കിലും എതിർക്കാനോ ഏതിനെയെങ്കിലും നിരാകരിക്കാനോ ഏതിനെങ്കിലും നിഷേധിക്കാനോ ഉള്ള യാത്രയല്ല. മറിച്ച് മലയാളികളുടെ പ്രതീക്ഷകളെയും പ്രത്യാശകളെയും പൂവണിയിക്കാൻ, ചിരകാലമായി നാം മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് വിജയയാത്ര സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ യാത്ര ഒരു പുതിയ കേരളത്തിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ള മലയാളികൾക്ക് മുമ്പാകെ ഭാരതീയ ജനതാ പാർട്ടി ഒരു പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ജാഥയിലൂടെ പ്രകടിപ്പിക്കുന്നത്. നാം പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ വർത്തമാനകാല കേരളത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ആ അനുഭവം നല്ല അനുഭവങ്ങളല്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി നാം നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എല്ലാ രംഗത്തും പരാജയപ്പെട്ടു പോയിട്ടുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. വികസനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം വളരാനും വികസിക്കാനും ഉയരാനുമൊക്കെ അനന്തമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ അധപ്പതനത്തിന്റെ അഗാധതയിലേക്ക് സ്വയം നിപതിച്ചു പോയ ഒരു പരിതാപകരമായിട്ടുള്ള ചരിത്രമാണ് മലയാളികൾക്കുള്ളത്. അതിന് മാറ്റമുണ്ടാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് ഇന്നത്തെ കേരളമല്ല, നാളുകളിൽ ഒരു പുതിയ കേരളം ഉണ്ടാകണം. പുതിയ ദിശയുള്ള, പുതിയ കാഴ്ചപ്പാടുള്ള, പുതിയ സമീപനമുള്ള, വളർച്ചയുടെ ഒരു പുതിയ കാതങ്ങൾ താണ്ടാൻ സാധിക്കുന്ന കേരളത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. നമ്മളിത് വെറുതെ പറയുന്നല്ല. ഭാരതീയ ജനതാ പാർട്ടി ഒരു MLA മാത്രമുള്ള കേരളത്തിലെ ഒരു പാർട്ടി പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു അതിരുകടന്ന അവകാശവാദമാണ് എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ ഈ രാജ്യത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാന കേരളത്തിന്റെ പരിസ്ഥിതികളോട് മല്ലിട്ടുകൊണ്ട് ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിലേറെയായി ഈ കേരളത്തിന്റെ തെരുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്.
കേരളം ആഗ്രഹിച്ച വാക്കുകൾ, കേരളം കേൾക്കാൻ ആഗ്രഹിച്ച മുദ്രാവാക്യങ്ങൾ, കേരളം കാണാൻ ആഗ്രഹിച്ച കാഴ്ചകൾ, അത് ഈ കേരളത്തിന് തെരുവിൽ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ, ചെറുപ്പക്കാരും യുവതികളുമടക്കം പതിനായിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ സമരത്തിനും പോരാട്ടത്തിനും നേതൃത്വം കൊടുത്ത പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJPക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ കേരളത്തെ നമുക്ക് സാക്ഷാത്കരിക്കണം. 6 കൊല്ലം മുമ്പ് ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഞാനൊരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ഇന്ത്യയെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞപ്പോ അദ്ദേഹത്തെ കളിയാക്കിയവരുണ്ട്, അദ്ദേഹത്തെ ആക്ഷേപിച്ചവരുണ്ട്, അദ്ദേഹത്തെ പരിഹസിച്ചവരുണ്ട്. അത് ഒരു വലിയ അവകാശവാദം മാത്രമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. പക്ഷേ 6 വർഷക്കാലത്തിനിപ്പുറം യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പഴയ ആ ഇന്ത്യയിലല്ല. അപമാനം കൊണ്ട് തലകുരിഞ്ഞു പോയിട്ടുള്ള ഇന്ത്യ, ലോകത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ദരിദ്രവാസിയുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു നമുക്ക് മുമ്പിൽ. ആ ഇന്ത്യ മാറിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന പുതിയ ഇന്ത്യയിലാണ്. ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഇന്ത്യ, സ്വാഭിമാനത്തിന്റെ ഇന്ത്യ, സ്വാവലംബനത്തിന്റെ ഇന്ത്യ, സ്വാശ്രയത്തിന്റെ ഇന്ത്യ, ലോകത്തിലെ ഏത് രാജ്യത്തിന്റെയും മുമ്പിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പുതിയ ഇന്ത്യയെ 6 കൊല്ലക്കാലം കൊണ്ട് സൃഷ്ടിക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചത് ഈ നമ്മുടെ മുമ്പിൽ അനുഭവമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളോട്, ഈ പൊൻകുന്നത്തെ ജനങ്ങളോട് ആത്മവിശ്വാസത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, 6 കൊല്ലക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ കെ സുരേന്ദ്രന് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഭാരതീയ ജനതാ പാർട്ടി പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മവിശ്വാസത്തിന്റെ ബഹിർസ്ഫുരണവുമായിട്ടാണ് 10,000-കണക്കിന് ആളുകൾ ഈ ജാഥയെ അംഗീകരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഈ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. രാഷ്ട്രീയ കേരളം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ കാലിക പ്രസക്തമായിട്ടുള്ള സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് അഴിമതി വിമുക്തമായ ഒരു ഭരണമുണ്ടാക്കാൻ, പ്രീണന വിരുദ്ധമായ ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടാകാൻ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായി ലഭിക്കുന്ന വികസനം സാക്ഷാത്കരിക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ആ പോരാട്ടം പല മാർഗത്തിലൂടെയാണ്. ആ പോരാട്ടത്തിന്റെ ഒരു മാർഗം ഏപ്രിൽ മാസം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 2021 ഏപ്രിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം ഈ കേരളത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ ആ ഭരണകൂടം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭരണകൂടമാകണം. പുതിയ കേരള പിറവിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പോരാട്ടങ്ങളുടെ തുടക്കമാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിജയയാത്രയെയും യാത്രാ സംഘത്തെയും യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷനെയും ആശീർവദിക്കാൻ, അനുഗ്രഹിക്കാൻ, ഞങ്ങളോടൊപ്പം നിൽക്കാൻ, ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് സഹായമേകാൻ, പുതിയ കേരള പിറവിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ രാഷ്ട്രീയ യജ്ഞത്തിൽ പങ്കാളികളാകാൻ ഈ പ്രദേശത്തെ ജനാധിപത്യ സമൂഹത്തോട് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ വിജയയാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി മുൻ രാജ്യസഭാ അംഗവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ കാഞ്ഞിരപ്പള്ളിയുടെ MLA-യുമായ കാഞ്ഞിരപ്പള്ളിക്കാരുടെ എല്ലാമായ ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ജാഥ നയിക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ, ജില്ലാ അധ്യക്ഷൻ ശ്രീ നോബൽ മാത്യു, ഈ വേദിയിലിരിക്കുന്ന BJPയുടെയും NDAയുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ സുരേന്ദ്രനെ നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നും കാഞ്ഞിരപ്പള്ളി എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായിരിക്കും, ആയിരിക്കും, എന്നും ആയിരിക്കും. നിങ്ങൾ
എന്നെ തെരഞ്ഞെടുത്ത് എന്നെ സ്നേഹിച്ച് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മണ്ഡലമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വിട്ടുപോയി എന്ന് ചോദിച്ചാൽ ലളിതമാണ്. നമ്മുടെ ഭാരതത്തെ നയിക്കാൻ നട്ടെല്ലുള്ള ഒരു നേതാവ് വേണം എന്ന് നമുക്ക് തോന്നിയപ്പോൾ ഞാൻ MLA സ്ഥാനം രാജിവെച്ച് അതാണ് രാജ്യത്തിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ നിങ്ങളെ വിട്ടുപോയത്. വേദനയോടുകൂടിയാണ് പോയതെങ്കിൽ തന്നെ വിട്ടുപോയത്. എന്തുകൊണ്ട് നമ്മൾ NDAക്ക് വോട്ട് ചെയ്യണം? വളരെ ലളിതമാണ്. എനിക്ക് സുഖമില്ല, ഞാൻ ഫുഡ് പോയിസണിങ് ആയിട്ട് കിടപ്പായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാം. എന്തുകൊണ്ട് നമ്മൾ മോദി സർക്കാർ അദ്ദേഹം നയിക്കുന്ന ഈ NDAക്ക് വോട്ട് ചെയ്യണം? ഞങ്ങൾ മുദ്രാവാക്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിൽ വിശ്വസിക്കുന്ന. കഴിഞ്ഞ 6 വർഷമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കണക്കുണ്ട്. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി തീർത്തേ ഉള്ളൂ. എനിക്ക് കൊറോണ വന്നു ഒക്ടോബർ 12-ാം തീയതി. അടുത്ത 1 മാസം കൊണ്ട് ഏതാണ്ട് 400 പേജുള്ള ഒരു പുസ്തകം എഴുതി തീർത്തു. മോദി സർക്കാരിൻ്റെ 6 വർഷം ചെയ്ത കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇന്ത്യയിൽ 60 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. മോദി സർക്കാർ ചെലവാക്കിയിരിക്കുന്ന പൈസ അതിൻ്റെ ഏതാണ്ട് 80% ചെലവഴിച്ചിരിക്കുന്നത് അംബാനിക്ക് വേണ്ടിയല്ല, അദാനിക്ക് വേണ്ടിയല്ല, ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് മോദി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഭരിച്ച ആൾക്കാരൊക്കെ ഗരീബി ഹത്താവോ, ജയ് കിസാൻ, ജയ് ജവാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഈ രാജ്യത്ത് സംഭവിച്ചോ? നമ്മുടെ പട്ടാളക്കാർക്കിടാൻ നല്ലൊരു ഷൂസ് ഇല്ലായിരുന്നു, നല്ലൊരു ബുള്ളറ്റ് പ്രൂഫ് ഇല്ലായിരുന്നു, നല്ലൊരു തോക്കില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആരായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ? AK ആന്റണി സാറ്. ഈ രാജ്യത്തെ ഇവര് മുറിച്ച് ഇഞ്ചിച്ചായിട്ട് വിറ്റില്ലേ? ഈ സർക്കാർ വന്നപ്പോൾ പറഞ്ഞു, മോദി പറഞ്ഞു, ഞാൻ കക്കൂല്ല, ആരെ കൊണ്ടും കക്കാൻ അനുവദിക്കൂല്ല. പ്രിയപ്പെട്ടവരൊന്ന് നോക്കിക്കേ, എത്ര പേർക്ക് വീട്? ഏതാണ്ട് 4 കോടി ആൾക്കാർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്. ഏതാണ്ട് 2.5 കോടി തീർന്നു കഴിഞ്ഞു. കേരളത്തിൽ മലയാളിക്ക് പറയുമ്പോൾ നാണക്കേടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ത്യയിൽ 62% ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80 കോടി ആൾക്കാർക്ക് ഇവിടെ കക്കൂസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സർക്കാർ വന്നു കഴിഞ്ഞ് 10.5 കോടി കക്കൂസുകളുണ്ടായി. വെറും 38% നിന്ന് 100% ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത് ഇത് ലോക ചരിത്രത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. വൈദ്യുതി എല്ലാ ഗ്രാമത്തിലും എത്തിച്ചു എന്ന് മാത്രമല്ല, ഇതാ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള എല്ലാ വീട്ടിലും സൗജന്യമായിട്ട് ഇതാ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നു. ഏകദേശം 9 കോടി ആൾക്കാർക്ക് ഇതാ സൗജന്യമായി ഇതാ LPG കണക്ഷൻ കൊടുക്കുന്നു. നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഏതാണ്ട് 13 കോടി ആൾക്കാർക്ക് ഇതാ ഫ്രീ സിലിണ്ടർ കൊടുത്തിരിക്കുന്നു. വെറും 12 രൂപയ്ക്ക് ഇതാ 2 ലക്ഷം രൂപയുടെ ഇതാ ആക്സിഡന്റ് ഇൻഷുറൻസ്, 330 രൂപയ്ക്ക് ഇതാ 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്. പ്രിയപ്പെട്ടവരെ, ഈ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മേഖലയുണ്ടോ? ഒരു ആശുപത്രിയുടെ കവാടത്ത് പോലും പോകാൻ കഴിവില്ലാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത പാവപ്പെട്ടവരിന്ന 5 ലക്ഷം രൂപ വരെ ഏറ്റവും നല്ല ആശുപത്രിയിൽ ഇതാ പ്രധാനമന്ത്രി ഇതാ കാശ് കൊടുത്ത് നിങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നരേന്ദ്രമോദിയുടെ ഭരണം. ആ ഭരണം കേരളത്തിലും വരണ്ടേ? വരണമോ? വരണ്ടേ? വരണം. ഇവിടെ എന്താ നടക്കുന്നത്? കുറെ മുദ്രാവാക്യങ്ങൾ മിനിഞ്ഞാന്ന് കണ്ടില്ലേ? എത്രയോ നുണയാണ്, ഉരുണ്ടുകളിയാണ് നമ്മുടെ മന്ത്രിമാർ നടത്തുന്നത്. ഉൾക്കടൽ മത്സ്യബന്ധനം, അയ്യോ ഞങ്ങൾക്കറിഞ്ഞിട്ടില്ല. ഇതാ ന്യൂയോർക്കിൽ പോയി കണ്ട് പടമെടുത്തു, ഇവിടെ വന്ന് പടമെടുത്തു, ഫയല് കണ്ടു. ഇന്ന് മന്ത്രി പറഞ്ഞു ഞാൻ ഫയൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറവിയാണ്. എന്തൊരു വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളെ കളിപ്പിക്കുക. ഇവിടെ ഈ കാലത്ത് ആരാ ഭരിക്കുന്നത്? ഇന്ന് ഭരിക്കുന്ന ഒരു സ്വപ്നയാണെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു സരിതയാണെങ്കിൽ, മോദി സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്, അവർക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇവിടെ മാറ്റം വരണം. സുരേന്ദ്രൻ നയിക്കുന്ന ഈ പാർട്ടി സത്യസന്ധരുടെ പാർട്ടിയാണ്, ചെറുപ്പക്കാരുടെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ മോദി സർക്കാർ ഇവിടെ വരണം.
നമ്മുടെ മീഡിയയൊക്കെ പറയുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇതാ കടലിൽ ചാടി, വലിയ വാർത്തയായിരുന്നു. എത്ര മണിക്കൂറത്തെ വാർത്തയാ. ഡൽഹിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, അമേത്തിയിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ കടലിൽ ചാടി. മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാ. ആകെ കിട്ടിയ എന്നതാ 2 പൂഞ്ഞാൻ 1 കണവേ. ആമേത്തി ഇന്ന് സ്മൃതി ഇറാനെ തോപ്പിച്ചു വിട്ട ആൾ ഇവിടെ കടലിൽ വന്ന് ചാടിയപ്പോൾ എന്ത് വാർത്താ പ്രാധാന്യമോ. ചില പത്രങ്ങളിലൊക്കെ 3 പേജാ, ഫ്രണ്ട് പേജ്, മിഡിൽ പേജ്, അവസാനം പേജ്. അവസാനം കിട്ടിയ 2 പൂഞ്ഞാനും 1 കണവേ. അവിടുന്ന് തോറ്റു തൊപ്പിട്ട ഒരു മനുഷ്യനും വിട്ടിത്തരങ്ങൾ മാത്രം പറയാൻ പഠിച്ച ഒരു ചെറുപ്പക്കാരനെ ഇവിടെ ഇതാ കേരളത്തിൽ വരുമ്പോൾ, വയനാട് വരുമ്പോൾ ഉമ്മൻചാണ്ടി മുതൽ വേണുഗോപാൽ മുതൽ MM ഹസൻ മുതൽ മുഴുവൻ ഇങ്ങനെ നിൽക്കി അവിടെ തൊഴുത്. എന്തിനാ എൻ്റെ ഉമ്മൻചാണ്ടി സാറേ, നിങ്ങളൊക്കെ കുറെ മാന്യമുള്ള ആൾക്കാരല്ലായിരുന്നു. പ്ലീസ് മാറ്റങ്ങൾ വരുത്തണം, നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. പണ്ട് നമ്മൾ ഒരുമിച്ച് കാഞ്ഞിരപ്പള്ളി ചെയ്തതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ LDF-നെ UDF-നെ ഒക്കെ തൂത്തുവാരി കളഞ്ഞ് നമുക്കിവിടെ സുരേന്ദ്രൻ നയിക്കുന്ന പാർട്ടി ഇവിടെ അധികാരത്തിൽ വരണം. നിങ്ങൾ വോട്ട് ചെയ്ത് നമ്മളെയാറിനെ ഇവിടെ അധികാരത്തിൽ വരുത്തണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഒന്നിനും കൊള്ളാത്ത MLA-മാരെയൊക്കെ തൂക്കി മണിമലയാട്ടിൽ എങ്ങനെയോ എറിഞ്ഞു കള പ്ലീസ്. ഞാൻ പേര് പറയുന്നില്ല, ഒന്നിനും കൊള്ളാത്ത ഒരു 10-20 വർഷമായി കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ കാര്യം പറയുന്നു, മണിമട കുടിവെള്ള കുത്തിയത്തെ പരി പറയുന്നു. ഓരോ പ്രാവശ്യം എല്ലാം ഞാൻ ചെയ്തേക്കാവേ. ഒരു പ്രതി പോലീസ് സ്റ്റേഷൻ എന്നാൽ അയാൾക്ക് വേണ്ടി വിളിച്ചു പറയും, തിരിച്ച് മറ്റേ പ്രതി വന്നാൽ അയാൾക്ക് വേണ്ടി വിളിച്ചു പറയും. നല്ലവരുടെയും നല്ല കൊച്ചൻ പ്രിയപ്പെട്ടവരെ, ഈ യൂസ്ലെസ്സിനെയൊക്കെ ഒന്ന് എടുത്ത് കള പ്ലീസ്. ഹെവൻസ് സേക്ക്, ആരെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും തിരഞ്ഞെടുക്കുക. എൻ്റെ പേര് മാത്രം പറഞ്ഞേക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ജാഥ നായകൻ സ്വീകരണം നൽകുകയാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങൾക്കായി പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാർ ശ്രീ TB ബിനുവും ശ്രീ KB മധുവും ചേർന്ന് സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നു. അടുത്തതായി സ്വീകരണത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ ഈ സ്റ്റേജിന്റെ വലതുവശത്തേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ J. പ്രമീള ദേവി സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നു. സംസ്ഥാന സമിതി അംഗം N. ഹരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സംസ്ഥാന കൗൺസിൽ അംഗം രാജൻ മേടയ്ക്കൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ശ്രീ VN മനോജ്, ജില്ലാ ഉപാധ്യക്ഷൻ VN മനോജ്, ജില്ലാ സെൽ കോർഡിനേറ്റർ KG കണ്ണൻ, കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്രീ KV നാരായണൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ട്രഷറർ KC രാജൻ, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ രാജ്മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിഖിൽ രോഹിത്, VR രവികുമാർ, AG ഹരികുമാർ, V ഗിരീഷ്, പ്രൊഫസർ N. രഘുദേവ്, KK തങ്കപ്പൻ, മനോജ് മാത്യു, KS ശിവപ്രസാദ്. മണ്ഡലം ഭാരവാഹികളായ KK മോഹനേന്ദ്രൻ നായർ, J. ടീച്ചർ, G. മഞ്ജിത്, KN ശശികുമാർ, രാധിക മേനോൻ, അനിൽകുമാർ PG, സുനിത അനിൽ. മോർച്ച മണ്ഡലം ഭാരവാഹികൾ സജി വള്ളിയോത്തുമല ന്യൂനപക്ഷ മോർച്ച മണ്ഡലം അധ്യക്ഷൻ, ഗോപിനാഥൻ നായർ കർഷക മോർച്ച മണ്ഡലം അധ്യക്ഷൻ, മനോജ് വള്ളിയിൽ കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി, ജയപ്രകാശ് SC മോർച്ച മണ്ഡലം അധ്യക്ഷൻ, അനിത ശിവദാസ് മഹിളാ മോർച്ച മണ്ഡലം അധ്യക്ഷ, ജ്യോതി ബിനു മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി, അജിത് തോമസ് യുവമോർച്ച മണ്ഡലം അധ്യക്ഷൻ, അനീഷ് മണ്ണാറക്കുളം യുവമോർച്ച ജനറൽ സെക്രട്ടറി, NM തങ്കച്ചൻ OBC മോർച്ച മണ്ഡലം അധ്യക്ഷൻ.
ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ആശ ഗിരീഷ് കെ സുരേന്ദ്രനെ സ്വീകരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു വീട്ടിക്കൽ, പാർലമെന്ററി പാർട്ടി നേതാവ് കെ വിപിനേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനു ശങ്കർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അശ്വതി സതീഷ്, KN വിജയൻ, മഞ്ജു ബിജു എന്നിവർ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി സ്വീകരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ശ്രീമതി അമ്പിളി ഉണ്ണികൃഷ്ണൻ, ശ്രീമതി സിന്ധു സോമൻ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ ഗോപി പാറാണ്ടോട്, ശ്രീമതി ഉഷ ശ്രീകുമാർ, ശ്രീ അഭിലാഷ് ബാബു, ശ്രീമതി സിന്ധു ദേവി ടീച്ചർ, ശ്രീ അനിരുദ്ധൻ നായർ. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ശ്രീമതി അമ്പിളി രാജേഷ്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിനായി ശ്രീമതി വീണ ബി നായർ, ശ്രീമതി ശ്രീജ ബിനു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിനായി ശ്രീമതി മിനി നാരായണൻ. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിനായി ശ്രീ രാധാകൃഷ്ണൻ സാർ, ജയകുമാർ ആർ, ശ്രീമതി ആരതി വേണുഗോപാൽ. അടുത്തത് പഞ്ചായത്ത് ഭാരവാഹികളുടെ സ്വീകരണമാണ്. പള്ളിക്കത്തോട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി PJ രവി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിനു വേണ്ടി ശ്രീ JS ജോഷി, ജനറൽ സെക്രട്ടറി വിഷ്ണു വിനോദ്. ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ G ഹരിലാൽ. വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി KS ഹരികുമാർ, ജനറൽ സെക്രട്ടറി KS ബിനു. കറുകച്ചാല് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ V അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി അനിൽകുമാർ. നെടുങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ KC മോഹൻദാസ്, MS രാജേന്ദ്രൻ, ശ്രീ PC നായർ, മധു ഒളോമന, VR ദീപു, CK രാധാകൃഷ്ണൻ എന്നിവർ ജാഥാ നായകനെ സ്വീകരിക്കുന്നു. എരുമേലി പഞ്ചായത്തിനായി സ്വീകരിക്കുന്നു. കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിക്കായി പ്രസിഡന്റ് ശ്രീ വിജയകുമാർ മഠത്തിൽ ശ്രീ K സുരേന്ദ്രനെ സ്വീകരിക്കുന്നു. കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ, കേരള കർഷക യൂണിയൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹനൻ തുണ്ടിയർ എന്നിവർ സ്വീകരിക്കുന്നു. BDS-ന് വേണ്ടി BDS മണ്ഡലം പ്രസിഡന്റ് മനു പള്ളിക്കത്തോട്, BDS പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV വിനോദ്, BDS ചിറക്കടവ് പ്രസിഡന്റ് ശ്രീ KS അജി എന്നിവരും സ്വീകരിക്കുന്നു. പൂഞ്ഞാർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ VC അജികുമാർ, ജില്ലാ സെക്രട്ടറി KB മധു, അഭിലാഷ് KV ജനറൽ സെക്രട്ടറി നിയോജകമണ്ഡലം കമ്മിറ്റി, KK രാജശേഖരൻ, ശ്രീ RC നായർ, ശ്രീ KP മണി, PS മനോജ്. ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി ടിലു തോമസ്, SK ഷാജിമോൻ, SC മോർച്ച ജില്ലാ സെക്രട്ടറി ശ്രീ TM മധു, രവീന്ദ്രൻ പമ്പാവാലി, ശ്രീ VP ദിനേശൻ, അനീഷ്, NB സജീവ്, ദീപു R, ബിനു ഡൊമിനിക്, അർജുൻ പാലമൂട്ടിൽ, നിഖിൽ വിജയൻ, കണ്ണൻ ജോറ്റി, ലൂയിസ് ഡേവിഡ്, രാധിക മോഹൻ, അമ്പിളി അജീഷ്. പഞ്ചായത്ത് സെക്രട്ടറിമാരായ വിനോദ് പാലപ്ര, രാജേന്ദ്രൻ കൂട്ടിക്കൽ, ശ്രീ സുധൻ, ശ്രീ മനോജ്, ശ്രീ ഹരികൃഷ്ണൻ, സന്തോഷ് പാലമൂട്ടിൽ, റോയി തോമസ്, രാജേഷ് പാറയ്ക്കൽ. നെടുങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ സത്യദേവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഈ വിജയയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെയും ആയിരക്കണക്കിന് ആളുകളാണ് ദേശീയതയുടെ ഭാഗമാകുന്നത്. KL 37D0880 ഈ വാഹനം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. KL 37D0880. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദേശീയതയുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പൊൻകുന്നത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിലും അത്തരത്തില് ആളുകൾ ദേശീയതയുടെ ഭാഗമാവുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവും മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കങ്ങഴ ഡിവിഷൻ മെമ്പറുമായിരുന്ന ശ്രീമതി ഉഷ വിജയൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ശ്രീ വിജയൻ MS റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, അതുപോലെ തന്നെ NSS പ്രതിനിധി സഭാ അംഗവുമാണ്. ശ്രീ R മോഹൻദാസ്, അദ്ദേഹം വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആളാണ്. കരുവാക്കൽ രാഘവം, റിട്ടയർഡ് KSEB സബ് എഞ്ചിനീയറാണ്. ശ്രീ സാം K ആൻഡ്രൂസ്, ദീർഘകാലമായി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹവും ദേശീയത ഭാഗമായി പ്രവർത്തിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ജോർജ് വർഗീസ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് വാഴൂര്. അതുപോലെ മാത്യു കൊല്ലംപറമ്പിൽ CPIയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാവുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശ്രീ സുഭാഷ് T ഈപ്പൻ 20 വർഷക്കാലമായി കോൺഗ്രസിന്റെ സജീവ ചുമതലയിലുള്ള ആളാണ്. അതുപോലെ ശ്രീ ജെയിംസ് പുഞ്ചവയിൽ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ്. ശ്രീ PA രാമകൃഷ്ണൻ, ശ്രീ സാബു, അദ്ദേഹം വ്യവസായിയാണ്. ശ്രീ റോണി തോമസ്, അദ്ദേഹം പ്രവാസിയാണ്. ശ്രീ സുബിച്ചൻ തോമസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകൻ, കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹി, എരുമേലി കർഷക വിപണി പ്രസിഡന്റാണ്. ശ്രീ മനോജ് തോമസ്, കല്ലൂക്കുളങ്ങര വ്യവസായിയാണ്, ഫിലിം ആക്ടറാണ്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ശ്രീ ജോൺ AJ, ദീർഘകാലമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീ രാജൻ K, വർഷങ്ങളായി CPI പ്രവർത്തകൻ, ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ പ്രതിഷേധിച്ച് BJPയിൽ ചേരുന്നു. ശ്രീ രാജു കൊച്ചിക്കൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIഎമ്മിൽ അനേക വർഷക്കാലമായി, അതിനുശേഷം കോൺഗ്രസിൽ, ഇപ്പോൾ BJPയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ രജനീഷ് കുമാർ, ആദ്യകാല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി BJPയിൽ ചേരുന്നു. നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതിനായി ഒരു ആദരവ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ മുറ്റത്തൊരുമുറം പച്ചക്കറി പദ്ധതിയിൽ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ശ്രീമതി മഞ്ജു രാജശേഖരൻ പരിയാരത്ത് ചെറുക്കടവിനെ ഈ വേദിയിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ ആദരിക്കുന്നു. ഹിൽഡ ഹോട്ടലിന്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL 37D0880 ബ്രിസ കാർ അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. KL 37D0880 കാർ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിക്കൊടുക്കേണ്ടതാണ്. യോഗ അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് TB ബിനു, മുൻ കേന്ദ്രമന്ത്രി, മുൻ കാഞ്ഞിരപ്പള്ളി MLAയുമായ ശ്രീ അൽഫോൺസ് കണ്ണന്താനം,
അവർകൾ, ശ്രീ MT രമേശ്, ശ്രീ രാമൻ നായർ സാർ, ഡോക്ടർ ജെ പ്രമീള ദേവി, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നോബൽ മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ലിജിൻ ലാൽ, ഉണ്ണികൃഷ്ണൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരിപാടി വളരെയധികം വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി 3 സ്വീകരണങ്ങളിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. അവസാനത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി യോഗം ഉദ്ഘാടനം ചെയ്യാൻ കോട്ടയത്ത് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാഞ്ഞിരപ്പള്ളിയിലെ വിജയയാത്രയുടെ സമ്മേളനം കാണുമ്പോൾ എനിക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. കാഞ്ഞിരപ്പള്ളി ഞങ്ങളിങ്ങ് എടുക്കുക. ഇവിടെ ഇന്ന് ചേർന്ന ആളുകളെയെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പാർട്ടിയാണ് എന്നുള്ള നിങ്ങളുടെ പ്രചാരണം ഇനി കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങൾ തെളിയിക്കുന്നത്. മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഭീകരവാദത്തെ, ലവ് ജിഹാദിനെ നേരിടാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നുള്ള സന്ദേശമാണ് ഈ വിജയയാത്ര കേരളത്തിലെ ജനങ്ങളോട് നൽകുന്നത്. ഈ കാഞ്ഞിരപ്പള്ളിയിലാണല്ലോ കഴിഞ്ഞ ദിവസം SDPIക്കാരുടെ, പോപ്പുലർ ഫ്രണ്ടുകാരുടെ പ്രകടനം നടന്നത്. ഇന്ന് രാവിലെ ഹാദിയയായി മാറിയ പെൺകുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ സ്വീകരിക്കാൻ ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ വന്നിരുന്നു, അശോകൻ. കോൺഗ്രസ് പറയുന്നു അങ്ങനെയൊന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അങ്ങനെയൊന്നില്ല. പക്ഷെ ജനങ്ങൾ പറയുന്നു ഇവിടെ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമാണ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി സിറിയയിലേക്ക് അയക്കുന്ന സംഘത്തെയാണ് CPM-ഉം കോൺഗ്രസും പിന്തുണയ്ക്കുന്നത്. അവരുടെ തണലിലാണ് നമ്മുടെ നാട്ടിൽ ഭീകരവാദം വളരുന്നത്. ഭീകരവാദത്തെ യോജിച്ചു നിന്ന് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടത് ഓരോ കേരളീയന്റെയും ആവശ്യമാണ്. തൊടുപുഴയിൽ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ നമ്മുടെ ഒരു കുറ്റവും ചെയ്യാത്ത ശ്രീ ജോസഫ് സാർ, അദ്ദേഹത്തിന്റെ കൈവെട്ടിയപ്പോൾ ഇവിടെ ആരും ചോദിക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ആരുടെ കൈവെട്ടിയാലും അത് ചോദിക്കാൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. വർഗീയ ശക്തികളെ നിലയ്ക്ക് നിർത്തണം, വികസനം കൊണ്ടുവരണം, അഴിമതി അവസാനിപ്പിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് സാധിക്കുന്നത് നരേന്ദ്രമോദിജിക്ക് മാത്രമാണ്. നരേന്ദ്രമോദിയുടെ വികസന മാതൃക നമുക്ക് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാവണം. അതിനാണ് ഞങ്ങൾ വിജയയാത്രയിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. അഴിമതിക്കാരായ 2 മുന്നണികൾ, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികൾ, വികസനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മുന്നണികൾ. കാഞ്ഞിരപ്പള്ളിയിലെ കോട്ടയത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ശ്രീ അൽഫോൺസ് കണ്ണന്താനം പറയാതെ പറഞ്ഞു. ഒരു പ്രയോജനവുമില്ല. നിയമസഭയിൽ ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കാൻ പോലും എഴുന്നേൽക്കാത്തവരാണ് ഇവിടുന്ന് പോയിരിക്കുന്ന ഭൂരിഭാഗം ജനപ്രതിനിധികളും.
ഈ നാടിന്റെ വികസനത്തിന് അവർക്ക് താല്പര്യമില്ല. എന്നാൽ ജനങ്ങളെ മയക്കാൻ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് വന്നിരിക്കുക. കാഞ്ഞിരപ്പള്ളി ആയതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശബരിമലയിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് ചില ആളുകൾ. ശബരിമല സംരക്ഷണ സമിതിയുടെ ഒരു ധർണയിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ് നമ്മുടെ ശ്രീ രാമൻ നായരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ. ശബരിമല കർമ്മസമിതിയുടെ ഒരു ധർണയിൽ പങ്കെടുത്ത് ആശംസ പറയാൻ പോയ രാമൻ നായരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? ശബരിമല കാലത്ത് കോൺഗ്രസിന്റെ നിലപാടതായിരുന്നു. ഉമ്മൻചാണ്ടി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ അമ്മമാർ നെഞ്ചത്തടിച്ച് നിലവിളിച്ച ഒരു കാലമുണ്ടായിരുന്നു. കണ്ണീരും കൈയുമായി നമ്മൾ ജനം ടിവിയുടെ മുമ്പിൽ രാവിലെ മുതൽ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരക്ഷരം കോൺഗ്രസ് അന്ന് ഉരിയാടിയിട്ടില്ല. ഉമ്മൻചാണ്ടി കുറ്റകരമായ മൗനമാണ് ശബരിമല കാലത്ത് വിശ്വാസികളോട് കാണിച്ചത്. പമ്പയിലും നിലയ്ക്കലിലും മരക്കൂട്ടത്തും സന്നിധാനത്തും അന്ന് നമ്മുടെ 10,000-കണക്കിന് പ്രവർത്തകരാണ് എല്ലാം ഉപേക്ഷിച്ച്, വീടുപേക്ഷിച്ച് അവിടെ തമ്പടിച്ച് അവിശ്വാസികളെ മലകയറ്റാൻ, റഹ്ന ഫാത്തിമയെ മലകയറ്റാൻ നോക്കിയപ്പോൾ, മനിതി സംഘത്തെ മലകയറ്റാൻ നോക്കിയപ്പോൾ ജീവൻ കൊടുത്ത് പോരാടിയത് RSSും BJPയുമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കാണ് സംശയം? എല്ലാം കഴിഞ്ഞ് പശുവും ചത്ത് മോരിലെ പുളിയും പോയിട്ട് ഉമ്മൻചാണ്ടി പറയാ നിയമം കൊണ്ടുവരും. നിങ്ങളുടെ ഒരു നിയമവും വേണ്ട. ശബരിമലയിൽ നിങ്ങൾക്ക് ഒരു ചുക്കും പിണറായി വിജയന് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശബരിമലയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവൻ കൊടുത്തും ഞങ്ങള് ശബരിമലയെ സംരക്ഷിക്കും. ആ അനുഭവമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. പച്ചക്കള്ളം പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. വഞ്ചനയുടെ രാഷ്ട്രീയമാണ് കോൺഗ്രസ്. വർഗീയതയുടെ രാഷ്ട്രീയമാണ് രണ്ട് മുന്നണികളും. പ്രിയപ്പെട്ടവരെ, ഇനി ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ കേരളം കെട്ടിപ്പടുക്കാം. സമാധാനമുള്ള കേരളം, തീവ്രവാദികളില്ലാത്ത കേരളം, വികസനമുള്ള കേരളം. നമ്മുടെ ആചാര്യന്മാർ സ്വപ്നം കണ്ട ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും മന്നത്താചാര്യനും വൈകുണ്ഠസ്വാമികളും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനുമെല്ലാം സ്വപ്നം കണ്ട ഒരു കേരളമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്. ആ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും എപ്പോഴും ഉണ്ടാവണമേ എന്ന് വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി